നമസ്കാരം. ബി.ജെ.പിയുടെ എക്കാലത്തെയും ഒരു ആഗ്രഹമായിരുന്നു കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്നത്. വർഷങ്ങളായി തന്നെ ബി.ജെ.പിയെ സംബന്ധിച്ച് ബാലികേറ മലയായിരുന്നു. എന്നാൽ ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലമായി ഇപ്രാവശ്യം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ശക്തന്റെ മണ്ണിൽ വൻ ഭൂരിപക്ഷത്തിൽ കാവിക്കൊടി ഉയർത്താൻ കഴിഞ്ഞു. ഒരർത്ഥത്തിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ബി.ജെ.പിയുടെ വിജയം അവർക്ക് നൽകിയ നെഞ്ചെടുപ്പ് ചെറുതല്ല എന്നതിൽ യാതൊരു സംശയവുമില്ല. സുരേഷ് ഗോപിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം ചെറുതല്ല എന്നത് തൃശൂർ ജനത നല്ല രീതിയിൽ തന്നെ തിരിച്ചറിഞ്ഞു. അതുമാത്രമല്ല, തുടക്കം മുതലേ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പ് നൽകിയിരുന്നു. അതായിരുന്നു ബി.ജെ.പിയുടെ ടാഗ് ലൈൻ. അത് ആ വിജയത്തിന് ആഴം കൂട്ടി. എന്നാൽ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കിട്ടുന്നതിൽ അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു. കാരണം 4 പ്രൊജക്ടുകൾക്കാണ് സുരേഷ് ഗോപി കരാറിൽ ഒപ്പുവെച്ചത്. അത് പിൻവലിച്ചാൽ ഒരർത്ഥത്തിൽ സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ള തൊഴിലാളികളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയാകും. അതുകൊണ്ടാണ് സിനിമ കൂടുതൽ പ്രാധാന്യം സുരേഷ് ഗോപി നൽകിയത്. കൂടാതെ ഓരോ സിനിമയിൽ നിന്നും കിട്ടുന്ന പ്രതിഫല തുകകൾ ഉൾപ്പെടെ ഓരോ സംഘടനകൾക്കും സുരേഷ് ഗോപി നൽകുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി സിനിമാ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയത്. കേന്ദ്രമന്ത്രിയായാൽ സിനിമാ ജീവിതത്തിൽ അഭിനയിക്കുന്നതിന് വിലക്കുണ്ടെന്ന് ആദ്യമേ കേന്ദ്ര നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമില്ലാതിരുന്നത്. എന്നാൽ നിലവിൽ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് സിനിമയിൽ അഭിനയിക്കാനുള്ള പച്ച സിഗ്നൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചതോടുകൂടി ഇനി അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിക്ക് പുറമെ നടന്റെ വേഷവും അണിയാൻ സാധിക്കും. വെള്ളിത്തിരയിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വീണ്ടും എത്തുകയാണ്. നീണ്ട നാളുകളായി പ്രഖ്യാപിച്ചിരുന്ന ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിലൂടെയാണ് സുരേഷ് ഗോപി വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരികെ എത്തുന്നത്. അരുൺ സംവിധാനം ചെയ്ത ഗരുഡനാണ് സുരേഷ് ഗോപി അഭിനയിച്ച് തിയേറ്ററിലെത്തിയ അവസാന ചിത്രം. തനിക്ക് അഭിനയിക്കാൻ അനുമതി നൽകേണ്ട ഇടത്തുനിന്ന് അനുമതി ലഭിച്ചെന്നും സിനിമയിലേക്ക് തിരികെ വരികയാണെന്നും സുരേഷ് ഗോപി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ 250-ാം ചിത്രമായിരുന്നു ഒറ്റക്കൊമ്പൻ. നവാഗതനായ മാത്യു തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. സിനിമയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് തന്റെ സിനിമാ സെറ്റിൽ തന്നെ ഒരു ഓഫീസ് പ്രവർത്തിപ്പിക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപി സഹമന്ത്രി ആയതുകൊണ്ട് തന്നെ ഒരു മാറ്റം സിനിമാ മേഖലയിൽ ഉണ്ടാകുമെന്നതും വ്യക്തമാണ്. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ഹേമയെ ചുമതലപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് ഇപ്പോഴും വെളിച്ചം കാണാതെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ചുവപ്പ് നാടയിൽ തന്നെ കുരുങ്ങിക്കിടക്കുകയാണ്. ഇതിനെല്ലാം ഒരു മാറ്റം സുരേഷ് ഗോപിയെ കൊണ്ട് സാധിക്കുമെന്നതിൽ നമുക്ക് വിശ്വാസമാണ്. കാരണം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. ഇനി സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയിൽ നടക്കുന്ന മാഫിയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ലഹരി മാഫിയ പ്രശ്നങ്ങളും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കുമെല്ലാം സുരേഷ് ഗോപിക്ക് തന്നെ കേന്ദ്ര തലത്തിൽ ഒരു തടയിട്ട് ഇതിനേക്ക് ഒരു നല്ല രീതിയിൽ കൊണ്ടുവരാൻ സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.